മഹത്താമി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസം ദൈവപിതാവിനും കന്യകജാതനും സ്തോത്രമുണ്ടാകണം. പാവനാത്മാവിനും ഔവേദം നിസ്തുലം സ്തോത്രമുണ്ടാകണം. ശക്തിയുമാണ് വാഴുക ക്രിസ്തുവിൽ ദൈവമാമേ. സ്വർഗത്തിൽ അവൾക്ക് അപ്പമയ്യല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ വിടാണത്തിന് സ്മാരകമായി വിസ്മയമായി ഈ കുദാശനങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യം മണങ്ങുവാൻ അനുഗ്രഹങ്ങളെ നിത്യമായി ജീവിച്ചുവാൻ ഞങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാധികാരത്തിന് പരിശുദ്ധ പരമാധികാരത്തിന് പരിശുദ്ധ പരമാധികാരത്തിന് ക്രിസ്തുവിൽ പ്രിയരെ, മാർച്ച് 8 ലോക അന്താരാഷ്ട്ര വനിതാ ദിനം. വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഭാവങ്ങളും നേരുന്നു. സ്വയം സമർപ്പിക്കാനും അനുരഞ്ജനത്തിലാകാനും പ്രാർത്ഥിക്കാനും അനുതപിക്കാനും പശ്ചാത്തപിക്കാനും തകർന്നു പോയ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാനുമുള്ള തപസ് കാലത്തിലാണല്ലോ നാം.
തപസ്സുകാലം 3-ാം ഞായറാണ് ഇന്ന്. നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത് സ്വയം ശുദ്ധീകരണത്തിനും നിത്യജീവനെക്കുറിച്ചുള്ള അന്വേഷണത്തിനും ഈ തപസ്സുകാലം നമ്മെ സഹായിക്കട്ടെ. 2026 വനിതാ ദിനത്തിന്റെ ആപ്തവാക്യം നേട്ടത്തിനായി നിൽക്കുക എന്നതാണ്. ഇതിന്റെ അർത്ഥം എങ്ങനെ യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പരിവേഷണം ചെയ്യുക എന്നതാണ്. സ്ത്രീ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിളക്കാണ്. മലമുകളിൽ പ്രകാശിച്ച് ചുറ്റും പ്രകാശം പരത്തുന്നവൾ. എന്നാൽ സ്ത്രീ പലപ്പോഴും പീഡനത്തിനും ചൂഷണത്തിനും വിധേയയാണ്. ഈ പ്രതികൂല അവസ്ഥയിൽ സുരക്ഷിതത്വവും സംരക്ഷണവും ആവശ്യമുള്ള അനേകം സഹോദരിമാർ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും അല്ലാതെ ഇന്നിന്റെ അഗ്നിപരീക്ഷകൾ അതിജീവിക്കാൻ സാധിക്കുകയില്ല. ഒരു കുടുംബത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയുടെ അടിത്തറ പാകുന്നതിൽ സ്ത്രീക്ക് ഒരു വലിയ പങ്കുണ്ട്. തങ്ങളായിരിക്കുന്ന മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും വെല്ലുവിളികളെ പരിശുദ്ധ അമ്മയെപ്പോലെ വചനശക്തിയാൽ അതിജീവിക്കുവാനും പ്രതിസന്ധികളെ വിശുദ്ധ മദർ തെരേസയെ പോലെ പുഞ്ചിരിയോടെ നേരിടുവാനും എല്ലാ സ്ത്രീകൾക്കും കരുത്തേകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും സുരക്ഷിതമാക്കാൻ നമുക്ക് അണിചേരാം. പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും മേൽ വിജയം നേടാനുള്ള അനുഗ്രഹത്തിനായും പ്രാർത്ഥിക്കാം. ഒപ്പം അപരന് നന്മകൾ ചെയ്തുകൊണ്ട് കരുണയുടെ തീർത്ഥാടകരായി നമുക്ക് മാറുകയും ചെയ്യാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ
ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സഭ ഇന്ന് വിമൻസ് ഡേ ആഘോഷിക്കുന്നു. പ്രത്യേകം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ സഹോദരിമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം, അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം, പെൺകുട്ടികളെല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായി ക്രിസ്തു രാജ അമ്മ മാതാവഴിയായിട്ടുള്ള അനുഗ്രഹം നൽകി എല്ലാവരെയും ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കാം. പിതാസകനം ഏറ്റെടുത്തപ്പോഴും അമ്മയുടെ ധൈര്യം, അമ്മയുടെ ആത്മധൈര്യം മകനൊക്കെ ഉണ്ടായി. അതേപോലെ ഏത് ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ ഉണ്ടായാലും അമ്മ നിലയ്ക്ക്, ഭാര്യ നിലയ്ക്ക്, സഹോദരൻ നിലയ്ക്ക് ആത്മധൈര്യം നൽകി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും മഹിമയും മഹത്വവും കൃപയും എല്ലാവർക്കും കിട്ടട്ടെ പ്രാർത്ഥിക്കാം. ഈ ദിവ്യയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കർണാടക പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എക്സാമിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, എഴുതിക്കൊണ്ടിരിക്കുന്ന, എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കർഷകർ, കുടുംബങ്ങൾക്ക് വിടുതൽ നൽകിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ വന്നു പോകുന്ന മക്കളെയും കുറിച്ചടി കടന്നു പോകുന്ന മക്കളെയും പ്രത്യേകം പ്രാർത്ഥന സഹായം ചോദിച്ച വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാവങ്ങളെ ഓർത്ത് മനസ്സ് വയ്ക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാവങ്ങൾ പ്രാർത്ഥന മനസ്സിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവകാരുണ്യത്തിന്റെയും സകല നന്മയുടെയും ഉടയവനായ ദൈവമേ, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയിൽ പാവങ്ങളുടെ പരിഹാരം കാണിച്ചു തന്ന് അങ്ങ് ഞങ്ങളുടെ എളിമയുടെ ഈ ഏറ്റുപറച്ചിൽ ദയാപൂർവം ക്ഷമിക്കണമേ. അങ്ങനെ മനസാക്ഷിയാൽ എളിമപ്പെട്ട ഞങ്ങൾ
അങ്ങേ കാരുണ്യത്താൽ എപ്പോഴും ഉയർത്തപ്പെടട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതി ചോദിച്ചു. നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണോ? മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിന്റെ മുൻപേ പോവുക. നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുൻപിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം. അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിന് കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധി ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. കർത്താവിന്റെ വചനം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവെ, അങ്ങ് സത്യമായി ലോകത്തിന്റെ രക്ഷകനാണ്. ദാഹിക്കാതിരിക്കേണ്ടതിന് ജീവന്റെ ജലം എനിക്ക് തരണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് നിങ്ങളുടെ കൂടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു സമാരിയയിലെ സിക്കാർ എന്ന പട്ടണത്തിൽ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലുടെയാണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്.
യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ന്? യഹൂദരും സമരക്കാരും തമ്മിൽ സമ്പർക്കം ഒന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന യവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ സത്യജീവനിലേക്ക് നിർഹലിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരുക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. കർത്താവിന്റെ സുവിശേഷം. Praise the Lord. Hallelujah. Hallelujah. മറ്റുള്ള ഈശോയെ. സ്നേഹമുള്ളവരെ, ഇന്ന് സഭ വനിതാ ദിനത്തിന്റെ മഹത്വത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. ദൈവം അമ്മയുടെ ആശീർവാദം നൽകി എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം വനിതാ ദിനം എന്ന് പറയുമ്പോൾ വനിത ഇല്ലെങ്കിൽ ഈ ജീവജലം അല്ല. ദൈവം ഇത് നേർച്ചയായിട്ട് കണ്ട് അത് യഥാർത്ഥമായിട്ട് നല്ല രീതിക്ക് അത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആദ്യം മുതലേ ഉൽപ്പത്തി പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് നന്നായിട്ട് ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മഹത്വം ലോകം നൽകുന്നതല്ല, പ്രത്യേകം ദൈവം നമുക്ക് തന്നതാണ്. അത് ശരിയാണ്. സ്ത്രീയുടെ മഹത്വം ലോകം നൽകിയതല്ല, പകരം ദൈവം തന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2:18. മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് യാവേ ദൈവം തീരുമാനിച്ച് ഒരു ക്രിയേഷൻ പൂർണ്ണമാകണമെങ്കിൽ அதுக்கு ഒരു പെണ്ണ് വേണം. അത് ഏതായാലും ശരി, ആട് മാട് കോഴി കൊക്ക് ഏതായാലും അത് പൂർണ്ണമാകണമെങ്കിൽ அதுக்கு പെണ്ണ് വേണം. അപ്പൊ ദൈവം അത് കണക്കാക്കി പൂർണ്ണമാകാൻ വേണ്ടി അപ്പൊ ഇത് ലോകം തന്നതല്ല, ദൈവം തന്നതാണ് എന്ന് നമുക്ക് വചനത്തിന്റെ വഴി നമുക്ക് ദൈവം കാണിച്ചു കൊടുക്കുക. അപ്പോൾ സ്ത്രീയുടെ മഹത്വം ലോകം നൽകിയതല്ല, പകരം ദൈവം തന്നതാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2:18. ദൈവം സ്ത്രീയെ സഹായമായി മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ സഹായമായി മാത്രമല്ല ദൈവം നൽകിയത്, പകരം മനുഷ്യ ജീവിതത്തിന്റെ പൂർത്തീകരണമായി സൃഷ്ടിച്ചു. അത് പൂർത്തീകരണം, ഒരു മുഴുമ, ഒരു ഫുൾനെസ്. സ്ത്രീ ദൈവത്തിന്റെ കരുണയുടെ മുഖം.
2-3 വർഷத்துക്ക് മുൻപ് ഈ കരുണയുടെ മുഖത്ത് 3 രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അതും വചനവും പറയുക. സ്ത്രീ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ്. എങ്ങനെ? ഒരു അമ്മയുടെ സ്നേഹത്തിലും ദൈവത്തെ 3ആയിട്ട് പിരിച്ചത്. ഒരു അമ്മയുടെ മുഖത്തിലും ഒരു സഹോദരിയുടെ കരുതലിലും ഒരു മകളുടെ നിസ്സാരമായ പുഞ്ചിരിയിലും നാം ദൈവത്തിന്റെ കരുണയെ കാണാം. അപ്പോ 3 ഇത് 2-3 വർഷത്തിന് മുൻപ് പറഞ്ഞ പ്രസംഗമാണ്. ദൈവത്തെ 3ആയിട്ട് തിരിക്കാം. അത് 1 അമ്മയുടെ സ്നേഹത്തിലും, 2 ഒരു സഹോദരിയുടെ കരുതലിലും, 3 ഒരു മകളുടെ പുഞ്ചിരിയിലും. അപ്പന്മാർ ജോലിക്ക് പോയിട്ട് വീട്ടിൽ ഓടി വന്ന പ്രത്യേകം ആൺപിള്ളേർ കൊഞ്ഞും പെൺപിള്ളേരെ ഓടി മാറിക്കോരി ആ പെൺമക്കള് പപ്പാണ്ട് ഓടി വരും. ഈ ആൺമക്കൾ இந்த പഴയ ടയർ ഉണ്ടല്ലോ, സൈക്കിൾ ടയർ, അതെടുത്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പെൺമക്കൾ അങ്ങനല്ല. പപ്പ ഓടി നോക്കിടുക, ആദ്യം ഓടി വരും, പെൺമക്കളെ ഓടി വരും. അത് നാച്ചുറലാണ്, സൈക്കോളജിയാണ്. അതുപോലെ അമ്മ വന്ന് പയ്യന്മാർ ഓടും. പയ്യന്മാരോടും അമ്മയുണ്ട് എപ്പോഴാ മമ്മി വരും. ഞാൻ ഇപ്പൊ ഇത്ര വയസ്സായോ, 50 വയസ്സ് കൂടുതലായോ, ഇപ്പൊ വീട്ടിൽ പോയാലും അവൾ പോയി ഇറങ്ങിയ പെട്ടെന്ന് അമ്മ ഇവിടെ ഇങ്ങനെയാന്ന് ചോദിക്കും. ആദ്യം പപ്പയോട് ഞാൻ ചോദിച്ചിട്ടില്ല. അത് നമ്മ സൈക്കോളജി. മമ്മി എവിടെ? മമ്മി ഉള്ളതുപോലെ നമുക്ക് അവിടെ ഒരു മഹത്വം ഉണ്ട്. മമ്മി പോയ പിന്നെ ചേട്ടന്മാര് നമ്മള് നോക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങനെയാ. പ്രത്യേകം ഒരു വീട്ടിൽ മമ്മി ഉള്ളത് വരെ അത് മഹത്വമാണ്. മമ്മി ഉള്ളത് വരെ നമ്മൾ നിസ്സാരമായിട്ട് അകത്തേക്ക് കയറാം. മമ്മിയോടെ അങ്ങനെ ചോദിക്കും. അതേപോലെ പപ്പ വരുമ്പോ ഈ പെൺകുട്ടി ഓടി വന്ന് പിടിക്കും. അത് തീർച്ചയായിട്ടും 3ആയിട്ട് തിരിക്കാം ദൈവത്തിൽ. 1 ഇത് പ്രത്യേകമുള്ള വിമൻസിലേക്കുള്ള പോയിന്റാണ്. അമ്മയുടെ സ്നേഹത്തിലും, ഒരു സഹോദരിയുടെ കരുതലിലും, ഒരു മകളുടെ നിസ്സാരമായ സിമ്പിൾ ചിരി, പുഞ്ചിരി, നിസ്സാരമായ പുഞ്ചിരിയിലും നാം ദൈവത്തിന്റെ കരുതൽ കാണാൻ പറ്റും. അപ്പോ ദൈവത്തെ ഈ 3 വ്യക്തികളെ നമ്മ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഓട്ടോമാറ്റിക് ബഹുമാനിക്കും. ഒരു കുടുംബത്തിൽ ഒരു അമ്മ ഉണ്ട്, ഒരു കുടുംബത്തിൽ ഒരു സഹോദരി ഉണ്ട്, ഒരു കുടുംബത്തിൽ ഒരു മൗലുണ്ട്. അപ്പം അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ബഹുമാനിക്കണം, ഭാര്യ എന്ന നിലയ്ക്ക് നമ്മൾ ബഹുമാനിക്കണം, ഒരു മകൾ എന്ന നിലയ്ക്ക് നമ്മൾ ബഹുമാനിക്കണം. ഈ 3 ദൈവമാണ്. ഇത് 3 നമ്മൾ നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ നീ ദൈവത്തെ കാണണ്ട. ആ 3 വ്യക്തിയിൽ നമ്മൾ ദൈവത്തെ കാണാം. അപ്പോ യഥാർത്ഥ ദൈവം ഇത്, 2ാമത്തെ ദൈവം അമ്മ, 3ാമത്തെ ദൈവം ഭാര്യ, 4ാമത്തെ ദൈവം മകൾ. അപ്പൊ കുടുംബത്തിലുള്ള ഈ 3 വ്യക്തികളെ നല്ല രീതിക്ക് നോക്കുകയും നയിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും യഥാർത്ഥ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടാം. യെശയ്യാ 66:13 അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അമ്മയെ പോലെ ഞാൻ ആശ്വസിക്കാം. അപ്പൊ ഈ 3 തരത്തിൽപ്പെട്ട വ്യക്തികൾ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുക, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്നെ ഞാൻ നോക്കും. ദൈവം വചന വഴി നമ്മളെ ആശ്വസിക്കുക. ദൈവം തന്റെ സ്നേഹം വിശദീകരിക്കാൻ പോലും ഒരു അമ്മയുടെ സ്നേഹത്തെ ഉദാഹരണമായി ഉപയോഗിക്കുന്നു. അതാ ഈ അമ്മയുടെ സ്നേഹത്തെ മാത്രം ദൈവത്തോടെ സ്നേഹത്തിൽ നമ്മൾ ചേർന്ന്, ഇത് പപ്പയുടെ സ്നേഹം ഇവർ പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് ഉദാഹരണമായിട്ട് കാണിക്കണമെങ്കിൽ അത് അമ്മയുടെ സ്നേഹത്തെ കാണിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം മഹത്വമുള്ളതാണ് അമ്മയുടെ സ്നേഹം. പ്രത്യേകം എത്രമാത്രം ഇവിടെ മാത്രമല്ല, എവിടെയായാലും പപ്പ, മമ്മി, കുഞ്ഞ് ഈ പീഡാസഹനം ഏർക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോ ഇവിടെ നമ്മള് കുർബാന ഇരുന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം ഓടി വന്നു, കൊടുവാള് തോക്ക് വച്ചിട്ട് ഇപ്പൊ ഈ കുർബാനയിലെ പങ്കെടുത്താൽ നിന്നെ ശരിയാക്കും ഞാൻ. പെട്ടെന്ന് ഇതില് പയ്യന്മാർ എതിർത്തടിക്കും. അപ്പന്മാർ എന്തിനാ വെറുതെ ഉടക്കിയിട്ട് സ്വാമി ശരണ ഇങ്ങനെ സാക്ഷങ്ങളുടെ വേദമാണ്. പക്ഷേ ആത്മധൈര്യം ഈ അമ്മമാർക്കും ഉണ്ട്, പിടിച്ചു നിൽക്കും.
ഈ പിള്ളേരെ അടിക്കുമ്പോൾ ചില പേര് ഇങ്ങോട്ട് ഓടും, ആ ആണ് ഓടും, പക്ഷേ എതിർത്ത് നിൽക്കുന്നത് ഈ ലേഡീസ് ആയിരിക്കും. അത് ഉദാഹരണമായിട്ട് ഈശോ കുരിശ് പീഡാസകനെ ഏൽക്കുമ്പോൾ എല്ലാ ശിഷ്യന്മാരും ഒറ്റ ഓട്ടം ഓടിക്കളഞ്ഞു. കൂടെ നിന്നത് നപ്പോ കാണിച്ചറ ആരൊക്കെ കൂടെ നിന്നതിന്. സ്ത്രീ കുരിശിന്റെ സമീപത്ത് നിന്ന വിശ്വാസം, വിശ്വാസം കുരിശിന്റെ സമീപത്ത് നിന്ന് ഒരു വിശ്വാസം. അതെങ്ങനെയാണ്? യേശു കുരിശിൽ തൂങ്ങിയപ്പോൾ പലരും അവനെ വിട്ടു ഓടിപ്പോയി. ശിഷ്യന്മാർ നമ്മളെ പോലെ എന്നെ പോലെ അന്ത്രേസ് പത്രോസ് ഒറ്റ ഓട്ടം ഓടിക്കളഞ്ഞു. പക്ഷേ ചില സ്ത്രീകൾ അവന്റെ സമീപത്ത് നിന്നു, കൂടെ നിന്നു. അവർ ഓടിയിട്ടില്ല. യോഹന്നാൻ 19:25. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മരിയവും മഗ്ദല മരിയവും നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ 3 പേര് മറ്റെല്ലാം ഓടിയ, അവനെല്ലാം വിട്ടു ഓടി. കൂടെ തിന്നുകയും കുടിക്കുകയും ദാബൂർ മല ഏറി പത്രോസ്, നിനക്കൊരു കൂടാറും എലിയായിക്ക് ഒരു കൂടാറും അങ്ങനെ മോശയ്ക്ക് ഒരു കൂടാറും എന്നെ ഉണ്ടാക്കട്ടെ, ഇങ്ങനെല്ലാം അടിച്ച് പുള്ളിക്ക് ആഘോഷിക്കാൻ ഇങ്ങനെ ചോദ്യമെല്ലാം ചോദിച്ചിട്ട് എന്നെ ഉണ്ടാക്കാൻ കാര്യം പറഞ്ഞിട്ട്, പക്ഷേ ആഘോഷിക്കുമ്പോൾ കൂടെ നിന്ന് എന്നെല്ലാം റൊമാൻസ്, ആട്ടം പാട്ടും എല്ലാം ഡാൻസ് ആടിയിട്ട് അവസാനം താഴെ പീഡാസംഗതി ഏൽക്കുമ്പോ എല്ലാം വിട്ട് ഓടിക്കളഞ്ഞു. പക്ഷേ ഈ സഹോദരിമാര് ധൈര്യത്തോടെ ആത്മധൈര്യത്തോടെ കൂടെ നിന്നു. അപ്പോ നമ്മൾ എല്ലാവരും വിശ്വാസം എന്ന് വയ്ക്കുമ്പോൾ ഈ പേടി ഉണ്ടെങ്കിലും ഈ സ്ത്രീകൾ ഒരിക്കലും പേടിയില്ലാതെ ആത്മധൈര്യം കൂടുതലുള്ള വ്യക്തികളായിരിക്കും. അത് ദൈവം പണ്ടേ ഈ ലേഡീസ് നൽകിയതാണ്. அதுக்கு ഒറ്റ റീസൺ, ഇത് നാം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ റീസൺ, ഈ അമ്മത്വവും മാതൃത്വവും ഈ ലേഡീസ്ക്ക് ഉള്ളത് കൊണ്ട് தான் ധൈര്യം നാച്ചുറലായിട്ട് വരുന്നത്. അത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ആ ഭാഗ്യമുള്ളത് കൊണ്ട് അത് സഹിക്കാനുള്ള ആ കഷ്ടപ്പാട് വേദന സഹിക്കാനുള്ള കൃപ ഈ ലേഡീസ്ക്ക് ദൈവം പണ്ടേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആത്മധൈര്യം ഇവിടെ മസിൽ പവർ ഇവിടെ ആത്മാത്മയുടെ പവർ ഇവിടെ മസിൽ പവർ കൂടെ പയ്യന്മാരുടെ അടുത്ത് അത് യഥാർത്ഥമായി ദൈവം ലേഡീസ് കൊടുത്തതാണ്. ഇങ്ങനെ വല്ല കൃപയോടെ ഇരിക്കുന്ന എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കാം. പക്ഷെ നിസ്സാരമായിട്ട് വെള്ളിയാഴ്ച കൂടെ നിങ്ങളുടെ ഈ നിസ്സാര നിരസ്കരിക്കുന്നത് കുറിച്ച് സംസാരിച്ചു, പുച്ഛിക്കുന്നത് കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ നമുക്ക് തോന്നും, നിക്കടി സമ്പാദിക്കുന്നതാണ്. ഇപ്പെല്ലാം അങ്ങനെ പറയാൻ പറ്റൂല. ലേഡീസും സമ്പാദിക്കുന്നു, മകളും സമ്പാദിക്കുന്നു. ഇപ്പൊ നമ്മ ഈ ജെൻസ് ഭർത്താക്കൾ സഹോദരന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മിണ്ടണ്ട കേട്ടോ, ഇരിക്കേ അങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ള കാലഘട്ടം. മിണ്ടിയ ഡിവോഴ്സ് നടക്കും. അതുകൊണ്ട് ആർക്കും മിണ്ടാൻ പറ്റുന്നില്ല. ഭർത്താക്കന്മാർ അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു അന്തരീക്ഷം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണം. എല്ലാം തിരിച്ച് വരും. അങ്ങനെയുള്ള കാലഘട്ടമാണ്. അപ്പൊ നമ്മള് ചിന്തിക്കണം. അങ്ങനെ ഇരുന്നിട്ടും ചില ഇടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ചില കുടുംബങ്ങളിൽ നമ്മള് അമ്മമാരെ അടിച്ചമർത്തുന്നതും സഹോദരന്മാരെ അടിച്ചമർത്തുന്നതും ഭാര്യക്കന്മാരെ അടിച്ചമർത്തുന്നതും ഉള്ള അന്തരീക്ഷം നമ്മൾ കാണാൻ പറ്റും, കേട്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നു. അങ്ങനെയുള്ള ഈ മാറ്റങ്ങള് നമ്മള് ഭക്തിപൂർവം, വിശ്വാസപൂർവം, ആത്മീയപൂർവം അത് മാറ്റണം. എപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള അമ്മയെയും സഹോദരിയെയും മകളെയും ബഹുമാനിക്കാനുള്ള ആശീർവാദം എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങൾ സരിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളിലും കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളിലും കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളിലും കാത്തുകൊള്ളണേ. സംഗീതം 47:1. God bless you, God bless you, God bless you, God bless you all. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.
ഏകദൈവത്തിന് വിശ്വസിക്കുന്നു. പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശേഷ ദർശകാലത്തെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീക്ഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. അത്യുന്നത ദൈവമേ, ആഗോള കത്തോലിക്ക സഭയെയും സഭയുടെ പരമാധ്യക്ഷനായി അങ്ങ് തിരഞ്ഞെടുത്ത ലയോ പാപ്പയെയും നമ്മുടെ രൂപത അധ്യക്ഷൻ സെൽവരാജൻ പിതാവിനെയും അങ്ങേ കരങ്ങൾ സമർപ്പിക്കുന്നു. ജനത്തെ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും പടുത്തുയർത്താനും ഇടയനും ശിരസുമെന്ന ക്രിസ്തുവിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ദൈവഭവനത്തെ ഒരേ മനസ്സുള്ള കൂട്ടായ്മയാക്കി ഒന്നിച്ച് കൂട്ടുവാനുമുള്ള പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകി സഭയെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവമേ, ക്രിസ്തുവിന്റെ തിരുമുഖ ദർശനം സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു നൽകുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ. രക്ഷകനായ യേശുവിനെ അനുസ്യൂനം പ്രഘോഷിക്കുകയും ഇന്ന് ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇടവക വികാരി ബലവേന്ദ്രൻ സൂസെ അച്ഛനെയും അങ്ങയുടെ കൃപാവരത്താൽ ധന്യമാക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ദേവാലയ നിർമ്മാണത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജനത്തിന് ഒരുമിച്ച് കൂടുവാനും സുവിശേഷം പങ്കുവച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അനുയോജ്യമായ ഒരു ദേവാലയം നിർമ്മിക്കുവാനുള്ള കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ വനിതകളെയും, പ്രത്യേകിച്ച് രോഗം, ദാരിദ്ര്യം, വാർദ്ധക്യം, സാമ്പത്തിക ക്ലേശം, ഒറ്റപ്പെടൽ, ചൂഷണം ഇവയാൽ ദുഃഖിക്കുന്ന സ്ത്രീകളെ അങ്ങേ കരുണയാൽ നിറയ്ക്കുകയും ആശ്വാസദായകനെ അയച്ച് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ ഇടവക കുടുംബത്തെ ഒത്തൊരുമയായി നിലനിർത്തണമേ. സ്വർഗീയ വിരുന്നിന്റെ മുൻ ആസ്വാദനമായ ദിവ്യകാരുണ്യനാഥനെ യോഗ്യതയോടെ സ്വീകരിച്ച് സ്വർഗീയ ജീവിതത്തിൽ അവകാശികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അനശ്വരനായ പിതാവേ, ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കുപറ്റാമെന്ന പ്രത്യാശയോടെ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച വൈദികർ, സന്യസ്തർ, അൽമായ സഹോദരങ്ങൾ, ഇടവകാംഗങ്ങൾ എന്നിവർ ജീവിച്ചിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും പുറത്ത് അങ്ങേ നിത്യപറദീസയിൽ അവരെയും പങ്കുകാരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സാക്ഷ്യം പ്രാർത്ഥിക്കണം. പ്രത്യേകം ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ഈ കണ്ടകൽ ദേവലത്തെ കൊണ്ടുപോകുന്ന മക്കളെയും ക്രിസ്ത്യടി കടന്നു പോകുന്ന മക്കളെയും കടപ്രദേശം ജീവിക്കുന്ന നാനാജാതി മക്കളെയും സമത്വം കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ.
ജീവിതം ബലിയാ സഹോദരരെയും നിങ്ങളുടെയും ബലി സർവശക്തന്റെ പിതാമേ ദൈവത്തിന് സ്വീകാര്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഈ ബലി വസ്തുക്കളിൽ അങ്ങ് സംഭരിതനാക്കണമേ. സ്വന്തം പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ഞങ്ങൾ സഹോദരരുടെ പാവങ്ങൾ ക്ഷമിക്കാൻ പരിശ്രമിക്കുന്നതിന് അനുകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് അന്ത്യപരം കാണിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അവിടുന്ന് സമാരിയക്കാരിൽ നിന്ന് തനിക്കായി കുടിവെള്ളം ചോദിച്ചപ്പോൾ തന്നെ അവരിൽ വിശ്വാസദാനം ഉളവായിരുന്നു. അവരുടെ വിശ്വാസത്തിനായി തീവ്രമായി അവിടുന്ന് ദാഹിച്ച പോലെ അവരിൽ ദിവ്യ സ്നേഹത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു. എല്ലാ മാലാഖമാരോടും ചേർന്ന് അങ്ങേ ആനന്ദ വൈഭവം കൃതജ്ഞതാപൂർവം പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു.
സർവേശ്വരമേക സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാൽ മഞ്ജുകനം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ നികൾക്കാൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സുമനസ്ഥലപ്പെട്ടുകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കിരഞ്ഞ് പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവേ, എന്നൊന്നാൾ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കറിഞ്ഞ പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കും, എന്നൊന്നാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനമായി ഉടമ്പടി പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ടെങ്കിൽ തിരുമുൻപിൽ നിൽക്കുന്നതിനുമെങ്കിൽ പരിചരിക്കുന്നതിനും അനുഗ്രഹാക്കി തീർത്തതിനും ഞങ്ങൾ എന്തി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്തയുടെ പാനപാത്രം ഞങ്ങൾ അംഗീകരിക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചങ്ങളെ പരിശുദ്ധാത്മാൽ ചേർക്കണമെന്ന് താഴ്മകളെ അപേക്ഷിക്കണം. കർത്താവ് ലോകമുഖം വ്യാപിച്ച് കിടക്കുന്ന സഭ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപക്കും സെൽവരാജൻ മെത്തനാരോടും വൈദിക ഗണത്തോടും മൊത്തം സഭയങ്ങ് സ്നേഹത്തിരിവിൽ എത്തിക്കണമേ. ഈ ലോകത്തിലങ്ങ് പക്കളിക്ക് വിളിച്ചയങ്ങ് ദാസൻ ദാസ് പ്രത്യേകം ദിവ്യയിൽ പങ്കെടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ മരിച്ചുപോയ എല്ലാ ആൺമക്കളെയും ഓർക്കണമേ. അങ്ങ് പുത്രന്റെ മരണത്തിൽ ചതുർമ്മന്റെ ഉണ്ണാത്തിൻ്റെവർക്ക് എല്ലാവരുടെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. വീർപ്പിന്റെ പ്രത്യാശയുടെ സഹോദരങ്ങളെയും ഈ കാരണത്തിനും മന്മന്റെ സകലരെയും ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാരം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവിന്റെ പരിശുദ്ധ കന്യകാമരിയത്തോടും കന്യകയുടെ ഭർത്താവ് ഭാഗ്യവറ്റ ഔസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലങ്ങളെ പ്രസാദിപ്പിച്ച വിഷയത്തോടും ഒത്ത് പങ്കുചെന്ന അനുഗ്രഹിക്കുകയും എങ്കിൽ പുത്രനായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തു തന്നെ സർഷകനാ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിലുള്ള ബഹുമതി മാതും എന്നും എന്നയിക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ഭുതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവ് എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവന്തു നൽകണമേ. അനുകർപ്പണമായ പ്രത്യാശ
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പരിശുദ്ധയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചങ്ങൾ എപ്പോഴും പാവത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനങ്ങൾക്ക് നൽകുന്ന എന്റെ സമ്മാനം തരുണിനും അപ്പൂസ്തന്മാരുടെ കർത്താവ് യേശുക്രിസ്തു ഞങ്ങളുടെ പാവങ്ങളെ പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തിരുക്കൻ പാത്തങ്ങ് തിരുവലം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യമുള്ള കണക്കണിയണമേ. എന്നും ജീവിക്കുകയും വഴി ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടണമേ. കർത്താവിന്റെ സമാധാനം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം സമാധാനം സമാധാനം. ഉയിരോട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാവങ്ങളെ ഈ കുഞ്ഞാട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിത ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മൾ നിശ്ചയത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ും
ും
കർത്താവ് സ്വർഗീയ രഹസ്യത്തിന്റെ അച്ചാരം സ്വീകരിച്ചുകൊണ്ടും ഏകത്തിൽ ആയിരുന്നു കൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള അപ്പത്താൽ സംതൃപ്തരായും ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യത്താൽ ഞങ്ങളിൽ നിവർത്തിതമായത് പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാം ഓരോരുത്തരെയും ലോകത്തുള്ള എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ജീവിച്ച സമാപിച്ചു.